നമസ്കാരം. ഇറാനെതിരെ അമേരിക്ക വീണ്ടും സൈനിക ആക്രമണത്തിലേക്ക് നീങ്ങാൻ ശ്രമിച്ചാൽ അത് ഒരു ചെറിയ ഓപ്പറേഷനായി ഒതുങ്ങില്ല. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ വെറും ഒരു സൈനിക സമ്മർദ്ദമല്ല, മറിച്ച് ലോകത്തെ ഒരു വൻ ആണവ ദുരന്തത്തിന്റെ മുനയിലേക്ക് തള്ളിവിടുന്ന കളിയാണ് എന്ന സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ. കണക്ക് കൂട്ടലുകൾ വെറും മിഥ്യാധാരണ മാത്രമാണെന്ന് റഷ്യ പച്ചയായി ഓർമ്മിപ്പിക്കുകയാണ്. നയതന്ത്രത്തിന്റെ മേശപ്പുറത്ത് ചർച്ചകൾ നടക്കുമ്പോഴും ഇറാന്റെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ ശ്രമിക്കുന്നത് ആഗോള സുരക്ഷാ പരിധിയിലേക്കുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്. പാശ്ചാത്യ ലോകം നിസാരമായി കാണാൻ ശ്രമിക്കുന്ന ഈ ഭീഷണി യാഥാർത്ഥ്യത്തിൽ നിയന്ത്രണം വിട്ടുപോയിരിക്കുകയാണ്. ഇറാന്റെ കരുത്തിനെയും റഷ്യയുടെ മുന്നറിയിപ്പിനെയും വില കുറച്ച് കാണുന്നവർ വലിയൊരു അഗ്നി പരീക്ഷയ്ക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. കളി മാറുകയാണ്. ഇനിയുള്ള നീക്കങ്ങൾ പിഴച്ചാൽ അതിന്റെ പ്രത്യാഘാതം പാശ്ചാത്യ ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ഇത്തരം മുന്നറിയിപ്പുകൾ ഉയരുന്ന സമയത്താണ് ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെ ശ്വാസനാളമായ ഹോർമുസ് കടലിലേക്ക് വീണ്ടും ശക്തി പ്രകടനത്തിന്റെ വേദിയായി മാറുക. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യയും ചൈനയും ഇറാനും കൈകോർത്ത് തങ്ങളുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകൾ ഈ തന്ത്രപ്രധാനമായ കടൽപാതയിൽ അണിനിരത്തിയിരിക്കുന്നത്. മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് 2026 എന്ന പേരിൽ നടക്കുന്ന ഈ സംയുക്ത നാവിക അഭ്യാസം വെറും ഒരു പരിശീലനമല്ല. ഈ സത്യം ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് ഒരു വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം ലോകത്തിന് നൽകുകയാണ്. അതായത് ഇനി ഒരാളുടെ തീരുമാനത്തിൽ മാത്രം നീങ്ങുന്ന കാലം അവസാനിക്കുകയാണ് എന്ന ഉറച്ച പ്രഖ്യാപനം. ഒമാൻ ഉൾക്കടലിലും വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും നടക്കുന്ന അഭ്യാസങ്ങളുടെ ഭാഗമായി സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുകയും സൈനിക സഹകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഉറച്ച ലക്ഷ്യം. എന്നാൽ ലോകം ഇതിൽ നിന്നും വായിക്കുന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ഇറാൻ ഇനി ഒറ്റപ്പെട്ട രാജ്യമല്ല. ഇറാനെ ഒറ്റപ്പെടുത്താമെന്ന് കരുതിയവർക്ക് മുന്നിൽ ഇപ്പോൾ വ്യക്തമായൊരു ചിത്രമുണ്ട്. ഇറാന്റെ പിന്നിൽ ഇപ്പോൾ റഷ്യയും ചൈനയും ചേർന്ന് ഒരു ശക്തമായ പിന്തുണ അച്ചുതണ്ട് നിലകൊള്ളുകയാണ്. ഭീഷണികൾ കൊണ്ട് ഇറാനെ വഴിതിരിപ്പിക്കാമെന്ന ചിന്ത തന്നെ ഇനി കാലഹരണപ്പെട്ടതാണ്. കടലിന്റെ തന്നെ ശക്തി പ്രകടനത്തിലൂടെ മറുപടി നൽകുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ എന്ന സന്ദേശം ഇതിലൂടെ ലോകം കാണുന്നു. ഈ നാവിക നീക്കം നടക്കുന്നത് നിർണായകമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ജനീവയിൽ നടക്കുന്ന അമേരിക്ക ഇറാൻ ആണവ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും കരാർ ഉണ്ടാക്കാതെ പോയാൽ സൈനിക നടപടിയിലേക്ക് നീങ്ങാമെന്ന സൂചന അമേരിക്ക തുറന്നുവച്ചിട്ടുണ്ട്. എന്നാൽ അതിനു മറുപടിയായി ഇറാൻ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇറാൻ ഭീഷണികൾക്ക് മുന്നിൽ പിന്നോട്ട് പോകുന്ന രാജ്യമല്ല. നിങ്ങളുടെ ബോംബുകൾ ഞങ്ങളെ തകർക്കില്ല. ഞങ്ങൾ ഭൂമിക്കടിയിലാണ്. നിങ്ങളുടെ കപ്പലുകൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തില്ല. ഞങ്ങൾ കടലിലും ശക്തരാണ്. ഈ നിലപാടാണ് ഇറാനുള്ളത്. പ്രവൃത്തിയിൽ കൂടി ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹോർമുസിലെ ഈ സംയുക്ത നാവിക അഭ്യാസം ഒരു പ്രതിരോധമല്ല, പ്രഖ്യാപനമല്ല, മറിച്ച് ഒരു ശക്തമായ രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. ഇതിനിടയിലാണ്, അതായത് ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യമുണ്ട്. ഇറാന്റെ സൈനിക രഹസ്യങ്ങളുടെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാർച്ചിൻ സൈനിക സമുച്ചയം തകർന്നു എന്നായിരുന്നു പാശ്ചാത്യ ലോകം കരുതിയിരുന്നത്. പുതിയ ചിത്രങ്ങൾ അതെല്ലാം മാറ്റിക്കുറിക്കുകയാണ്. പൂർണ്ണമായും വ്യത്യസ്തമായ കഥയാണ് ഈ പുറത്തു വരുന്നത്. തകർച്ചയുടെ അടയാളങ്ങൾക്കപ്പുറം ഇറാൻ അവിടെ കൂടുതൽ കരുത്തോടെ പുനർനിർമ്മാണത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. ഇക്കാര്യം ഉപഗ്രഹ ദൃശ്യങ്ങളാണ് വ്യക്തമാക്കിയത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് നിർണായകമായ സംവിധാനങ്ങളെ സംരക്ഷിക്കാൻ ഇറാൻ മണ്ണിനടിയിൽ ഒരു കോൺക്രീറ്റ് കവചം നിർമ്മിക്കുന്നു എന്നതാണ്. ആകാശ നിരീക്ഷണത്തെ പോലും വഞ്ചിക്കുന്ന രീതിയിൽ ഭൂമിക്കടിയിൽ തുരങ്കങ്ങളും സംരക്ഷിത ഘടനകളും ഒരുക്കി ഭാവിയിലെ ആക്രമണങ്ങളെ പൂർണ്ണമായി വിഫലമാക്കുന്ന ഒരു തന്ത്രപ്രധാനമായ പുനഃസംഘടനയാണ് ഇറാൻ അവിടെ നടപ്പിലാക്കുന്നത്. പാർച്ചിനിൽ നടക്കുന്ന വെറും ഒരു പുനർനിർമ്മാണമല്ല, ഇതൊരു പുതിയ യുദ്ധതന്ത്രത്തിന്റെ ജനനമാണ്. ഇറാൻ ഇനി തുറന്ന നിലത്തും ഒന്നും വെച്ചു നിൽക്കില്ല എന്ന രാജ്യമല്ല. ആക്രമണം വന്നാലും തകർന്നു പോകാത്ത രീതിയിൽ സംവിധാനങ്ങളെ ഭൂമിക്കടിയിലേക്കും പർവ്വതങ്ങളിലേക്കും മാറ്റുന്ന ഒരു രാജ്യമാണ്. ലോകം കരുതിയതുപോലെ ഇറാൻ പരാജയപ്പെട്ടിട്ടില്ല. ഇറാനിലെ മറ്റ് കേന്ദ്രങ്ങളിലും സമാനമായ മാറ്റങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ട്. ഇസ്ഫഹാൻ പോലുള്ള ആണവ സമുച്ചയങ്ങളിൽ തുരങ്ക പ്രവേശന കവാടങ്ങൾ മണ്ണിനടിയിൽ പൂർണ്ണമായി മറച്ചുവെച്ചതായാണ് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് സാധാരണ സുരക്ഷാ നടപടിയല്ല, മറിച്ച് ഇത് ആക്രമണ സാധ്യത നേരിടാനുള്ള ആണവക്കോട്ട നിർമ്മാണമാണ്. നദാൻസിന് സമീപമുള്ള പർവ്വത മേഖലയിലെ ഹെവി ഉപഗ്രഹങ്ങളുടെ സാന്നിധ്യവും
സിമന്റ് മിക്സറുകളും ടംബ് ട്രക്കുകളും നീങ്ങുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആക്രമണം വന്നാൽ തകർത്തുകളയാൻ പറ്റാത്ത തരത്തിൽ പർവ്വതങ്ങൾക്കുള്ളിൽ പോലും പ്രതിരോധം ഉറപ്പിക്കുന്നതിലൂടെ ഇറാൻ നിലനിൽപ്പിനായി മാത്രമല്ല ഭാവിയിലെ ഏറ്റുമുട്ടലുകൾക്ക് മുൻകൂട്ടി തയ്യാറെടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. എന്തായാലും സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങുന്ന രാജ്യമാകാതെ സമ്മർദ്ദത്തെ തന്നെ തന്ത്രമാക്കി മാറ്റുന്ന ശക്തിയായി ഇറാൻ വളരുകയാണ്. റഷ്യയും ചൈനയും തുറന്ന പിന്തുണയോടെ ഇറാനൊപ്പം അണിനിരക്കുമ്പോൾ ഇറാനെ ഒറ്റപ്പെടുത്താം എന്ന കണക്കുകൂട്ടലുകൾക്ക് ഇനി നിലനിൽപ്പില്ല. പാശ്ചാത്യ ലോകം പ്രതീക്ഷിച്ച ഇറാന്റെ വീഴ്ച ഇനി ആശയം തകർന്നു, അതായത് വീഴ്ച എന്ന ആശയം തകർന്ന് തരിപ്പണമാവുകയാണ്.